Hi, it's me Shailyas from Good Design. അപ്പോൾ ഇന്ന് വന്നുള്ളൊരു സ്പെഷ്യൽ എംബ്രോയിഡറി ടൈപ്പ് ഉള്ളൊരു ഡ്രസ്സായിട്ട് നമ്മൾ ഇതുവരെ ഈ ഒരു കാറ്റഗറി കാണിച്ചിട്ടില്ല. ബാർമർ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഡിസൈൻ ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രസ്സിന്റെ മേലേക്ക് നമ്മൾ വേറെ കോൺട്രാസ്റ്റ് ഷെയ്ഡിലുള്ള പ്രിന്റഡ് ആയിട്ടോ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഫുൾ ഹാൻഡ് ആയിട്ട് വീവ് നല്ല ത്രെഡ് വെച്ചിട്ട് തുന്നി കട്ട് ചെയ്തിട്ട് ഒരു ആപ്ലിക് വർക്കാണ് അങ്ങനെ ചെയ്തിട്ടുള്ള പീസുകളാണ്. കളർ കോമ്പിനേഷൻ ആയാലും ഒക്കെ നല്ല രസമുള്ളതാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. വീഡിയോ ഇഷ്ടമാകുമ്പോൾ ഏതാണോ പീസ് ഇഷ്ടമാകുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് കൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. ബാർബർ എംബ്രോയിഡറി കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു ഇതാണ്. കൈൻഡ് ഓഫ് എന്താ പറയുക, കുറച്ചിങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് കേട്ടോ. ഫുൾ കൈ കൊണ്ട് നമ്മൾ എന്താണ് സൂചിയും നൂലും വെച്ചിട്ട് അങ്ങനെ ഇതാക്കി എടുക്കുന്നത്. ഒന്നും മെഷീൻ കട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ആപ്ലിക് വർക്കാണ്. കട്ട് വർക്ക് എംബ്രോയിഡറി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് നല്ലൊരു ലൈറ്റ് ഐസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ഫസ്റ്റ് വണ്ണ്. ലെങ്ത് ഒക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും. ഒരു 48 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. സ്ലീവ്സ് പ്ലെയിൻ ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും വരിക. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള പീസ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് സ്ലീവിലേക്ക് ആഡ് ഓൺ ചെയ്യാം, ഒരു 1 ഇഞ്ചൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ. ഇതിൻ്റെ എംബ്രോയിഡറി വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ആക്ച്വലി ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോംബോ അങ്ങനെയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുൾ ഇത് നോക്കിയാൽ ഇതിൽ ഓരോ ത്രെഡും ഇങ്ങനെ കണ്ടാ ഓരോന്ന് വെച്ചിട്ട് തുന്നിയിട്ടാണ് ഈ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് വരിക കേട്ടോ. എക്സ്ട്രാ ഒരു പീസും കൂടെ മെറ്റീരിയൽ കൂടെ വെച്ചിട്ടാണ് ഒരു ഡാർക്ക് ക്ലോത്തും കൂടെ വെച്ചിട്ട് ഇതിന് മേലേക്ക് വെച്ചിട്ട് അങ്ങനെ വർക്ക് ചെയ്തില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് സ്ലീവ് കേട്ടോ. ഞാൻ പറയാൻ പറ്റുമോ, ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെക്കാതെ. അപ്പോൾ സ്ലീവിന് സെപ്പറേറ്റ് പോർഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ബോട്ടം പ്ലെയിൻ ഷെയ്ഡിൽ വരുന്നതാണ്. ദുപ്പട്ട നോക്കിയൊക്കെ ഫുൾ അതിൽ ഭയങ്കര ഒരു പ്രോസസ് കേട്ടോ. ആപ്ലിക് വർക്ക് ഫ്ലവേഴ്സ് ആയിട്ടും ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഫുൾ ഇവിടെ തുന്നിയിരിക്കണ നോക്കിയൊക്കെ ഫുള്ള് തുന്നി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദുപ്പട്ട വരിക. ഒരു സ്റ്റൈലായിട്ടുള്ളൊരു പീസാണ്. സിമ്പിളായിട്ട് നല്ല തിരിച്ചിട്ടാണ് ഇട്ടുള്ളത്. സാധാരണ ഈ ഒരു സൈഡിലേക്കാണ് ഇട്ടല്ലേ. അത് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്. നല്ലൊരു ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക്, അതിനെക്കാളും ചെറുതായിട്ട് ഡാർക്ക് ഷെയ്ഡ് കൂടെ വരുന്ന ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. സെക്കൻഡ് വൺ വരുന്ന നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീനും കുറച്ചൊരു ഡാർക്ക് കളറും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ഇതിൽ എപ്പോഴും കോൺട്രാസ്റ്റ് ഷെയ്ഡുകളായിരിക്കും ഇവർ പ്രിഫർ ചെയ്യുക. കാരണം വെച്ചാൽ അങ്ങനെ ആകുമ്പോഴാണ് ആ ആപ്ലിക് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളൂ കേട്ടോ. ബാർബർ എംബ്രോയിഡറി എന്നാ പറയുക. ആപ്ലിക് വർക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഡാർക്കിലേക്കാണ്, ലൈറ്റിലേക്ക് ഡാർക്ക് കളറിലുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. ഫ്രണ്ട് ഫുള്ള് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സൈഡ്സിലായിട്ട് കാണുന്നതാണ് അതിൻ്റെ സ്ലീവ് പോർഷൻ വരുന്നത് കേട്ടോ. 48 ആയിരിക്കും ലെങ്ത്. 4XL സൈസ് വരെ ചെയ്യാം. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ കളറാണ്. ദുപ്പട്ട വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ളത് കേട്ടോ. ലൈറ്റ് കളർ ഡാർക്ക് കളറിലേക്ക് കളറിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ലൈറ്റ് കളറിലേക്ക് ഡാർക്ക് കളറിലേക്ക് ലൈറ്റ് കളറിൽ വരുന്ന കട്ട് വർക്കാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അതായത് കോട്ടൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതും ഇത് കേട്ടോ, കോട്ടൺ മെറ്റീരിയൽ ആണ്. തേർഡ് കളർ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് കളറാണ്. അടിപൊളി കളറാണ് കേട്ടോ. അതായത് ബേബി പിങ്ക് ആണ്. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ടോപ്പ് ഇതുപോലെ ഫുള്ളി അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു പ്രയാസപ്പെട്ടുള്ളത് ചോദിക്കുക, ലൈറ്റ് ആൻഡ് ഡാർക്ക് കോംബോ. അപ്പോൾ ഡാർക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫുൾ ഇതാക്കി എടുത്തിട്ടുള്ളത്. ഇവിടെ കട്ട് ചെയ്തിട്ട് അതും ഇവിടെ വെച്ചിട്ട് തുന്നിയിട്ടുണ്ട്. കുറച്ച് നീണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ടോപ്പ് ഇങ്ങനെയാണ് വരിക. 48 ആയിരിക്കും ലെങ്ത്. 4XL സൈസ് ഉണ്ടായിരിക്കും കേട്ടോ. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ബോട്ടം. കോട്ടൺ ആണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം കോട്ടണിൽ വരുന്നതാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ വരുന്നത് ദുപ്പട്ട കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ് അതിൻ്റെ. ആ ഒരു ബോർഡറിലുള്ള എല്ലാ വർക്കും, ആ ഒരു ലാസ്റ്റ് എൻഡിങ് ഒക്കെ കണ്ട ആ ഒരു സിഗ്സാക്ക്, അതൊക്കെ സൂചി നൂലും അങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള, ഒന്നും സ്റ്റിച്ചിങ് അല്ല, ഒക്കെ ഹാൻഡ് വീവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിനായിട്ട് തുന്നിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ നല്ലൊരു, ഇത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ഗ്രീൻ അല്ല, ഒന്നുകൂടെ വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നു ഒലിവ് ഗ്രീൻ അല്ലെങ്കിൽ ലെമൺ ഗ്രീൻ എന്ന് പറയാം. ലെമൺ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. അതിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് കോംബോ ആണ് വരുന്നത്. 48 ആയിരിക്കും ലെങ്ത്. 4XL സൈസ് ചെയ്യാം. സൈഡിൽ വരുന്ന പീസാണ് സ്ലീവിലേക്ക് വരുന്ന പോർഷൻ വരുന്നത് കേട്ടോ. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ദുപ്പട്ട വരുന്നത് ഡാർക്കിലേക്ക് ലൈറ്റ് കളറിലുള്ള ആപ്ലിക് വർക്ക് വരുന്ന ദുപ്പട്ട. അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള ദുപ്പട്ടയായിരിക്കും കേട്ടോ. ഇതാണ് അടുത്തത്. ഒരു പീച്ച് കളർ അല്ലെങ്കിൽ ഒരു പിങ്ക്, കുറച്ചൊരു പീച്ച് ടച്ച് വരുന്ന ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. ബേബി പിങ്കിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. ഒരു പീച്ച് കളർ ടച്ച് വരുന്നത്. ബോട്ടം ഇങ്ങനെ വരും. ഓക്കെ, ഇത് നോക്കി നോക്കിയാൽ ഈ കട്ട് വർക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ ഓരോന്ന് കട്ട് ചെയ്തിട്ട്
തുന്നിയിട്ടാണ് അതിൻ്റെ അത് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ടല്ല, തുന്നിയിട്ട് ചെയ്തിരിക്കുകയാണ്. അടിയിലൊരു പീസ് ഉണ്ട്, നമ്മൾ ടോപ്പിൻ്റെ അടിയിലായിട്ട് ഡാർക്ക് ഷെയ്ഡിലുള്ള ലൈനിങ് കൊടുത്ത പോലെ പീസ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബോർഡർ എംബ്രോയിഡറി ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ അത് എംബ്രോയിഡറി മെഷീനിലാണ് അത് ചെയ്തെടുക്കുക. ഇത് ഫുള്ള് കൈകൊണ്ട് ചെയ്യുന്നതാണ്. കാണുമ്പോൾ ബോർഡർ എംബ്രോയിഡറി പോലെ തന്നെ ഉണ്ട്, പക്ഷെ അത് വിസിബിൾ ആയിരിക്കും. കോളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഒരു പീസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ്. ബോട്ടം വരുന്നത് കോട്ടണിൽ വരുന്നതാണ്. ദുപ്പട്ട കോട്ടൺ തന്നെയാണ്. കോട്ടണിൽ ഇങ്ങനെ ഒരു കട്ട് വർക്ക്, ഒരു ഓർഗൻഡി എന്നൊക്കെ പറയണം, പണ്ടത്തെ സാരികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഫുൾ 4 പോർഷനിലും ഇതുപോലെ ബോർഡർ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബോർഡറിൽ 3 ഇഞ്ചോളം വരും കേട്ടോ. അടുത്തത് വേറൊരു ഡിസൈനാണ്. നമ്മൾ കോട്ട സിൽക്കാണ് ബേസ് മെറ്റീരിയൽ വരുന്നത്. അതിലേക്ക് അജ്രക് കോട്ടൺസ് വെച്ചിട്ടാണ് ഈ ഒരു ബാംബർ എംബ്രോയിഡറി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിൽ, ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ബോട്ടം. ഓക്കെ, കോട്ട സിൽക്കിൽ ഫുൾ ഇതുപോലത്തെ ആ ഒരു പ്രിന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പ്രിന്റ് അല്ല, ആ ഒരു കട്ട് വർക്ക്, രാപ്ലിക് വർക്ക് ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഒരു 3XL സൈസ് പിടിച്ചാൽ മതി കേട്ടോ. 3XL 4XL വരെ ചെയ്യാം, പക്ഷെ 3XL ഇതാക്കിയാൽ മതി. കാരണം സ്ലീവൊക്കെ പിന്നെ ഇത് നടക്കണം. ഇത് രണ്ടും സ്ലീവിൻ്റെ ഏരിയയിലേക്ക് വരുന്ന പോർഷനാണ് കേട്ടോ. ദുപ്പട്ട നോക്കി നോക്കിയാൽ ദുപ്പട്ടയുടെ എൻഡിലായിട്ടുള്ള നല്ലൊരു ടെമ്പിൾ ഡിസൈൻ, അതും സെറിയിൽ വീവ് ചെയ്തിട്ടുള്ളൊരു ടെമ്പിൾ ഡിസൈൻ. ഓക്കെ, സിൽവർ കളറിൽ വരുന്ന അതിലേക്ക് ദുപ്പട്ടയിൽ ഇതുപോലെ വരുന്നത് നല്ലൊരു പീസാട്ടോ. ഫസ്റ്റ് വണ് നല്ലൊരു ബേബി പിങ്കും നേവി ബ്ലൂവും കൂടെ വരുന്നത്. അടുത്തത് നല്ലൊരു ലൈറ്റ് ബ്ലൂവിലേക്ക് നല്ലൊരു മെറൂൺ കളർ വരുന്നത്, അതും ഒരു റെഡിഷ് മെറൂൺ കളർ വരുന്നതാണ്. ലൈറ്റ് ബ്ലൂ ആണ് കോട്ടൺ ബോട്ടം വരുന്നത്. കോട്ട സിൽക്കിൽ വരുന്ന തന്നെ ടോപ്പ് വരുന്നത്. അതുപോലെ അതിലേക്ക് കോട്ടണിൽ വരുന്ന ആപ്ലിക് കേട്ടോ. നമുക്ക് ലെങ്ത് വൈസ് ഒരു 48 ഉണ്ടായിരിക്കും. 3XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് ടോപ്പ്, ഫുൾ കട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിലേക്ക് ടെമ്പിൾ ബോർഡറോട് കൂടിയിട്ടുള്ള സിൽവർ സെറി ലീവ്സ് വരുന്ന ദുപ്പട്ട കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള ദുപ്പട്ടയാണ്, 2.5 മീറ്റർ ഒക്കെ ഉണ്ടാകുന്ന ദുപ്പട്ടയാണ് കേട്ടോ. അതാണ് വരുന്നത്. അടുത്തത് നല്ലൊരു ഷെയ്ഡ്, ലൈറ്റ് ഒരു ബേജ് കളറിൽ, ലൈറ്റ് ബേജ് അല്ല ബേജ് കളറിൽ ഒരു മൾട്ടി കളേർഡ് ഇൻഡിഗോയും മെറൂണും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ വർക്കാണ് വരുന്നത് കേട്ടോ. കോട്ടൺ പ്രിൻ്റാണ് ഇതിൻ്റെ മേലേക്ക് കട്ട് ചെയ്തിട്ട് തുന്നി ചേർത്തിട്ടുള്ളത്. ബോട്ടം വരുന്നത് കോട്ടണിൽ വരുന്നതാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ദുപ്പട്ട ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ദുപ്പട്ടയിൽ ഇങ്ങനെ ടെമ്പിൾ ഡിസൈൻ ആയിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്ന മോഡലുകളാണ്. ചിലപ്പോൾ നിങ്ങളിത് റെഗുലറായിട്ട് കാണുന്ന ഡിസൈനും ആയിരിക്കും, പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പുതുമയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ ബോർഡർ ലൈൻസ് വരുന്നത് കേട്ടോ. അടുത്തത് നല്ലൊരു ബ്ലൂ, നല്ലൊരു നമ്മുടെ സീ ബ്ലൂ എന്ന് പറയാം, സീ ബ്ലൂ അല്ല സ്കൈ ബ്ലൂവിലേക്ക് നേവി ബ്ലൂ കളറിൽ വരുന്ന കോട്ടൺ ഇതാണ് വരുന്നത്. കോട്ട സിൽക്കാണ് ബേസ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. അതിലേക്കാണ് ഈ കോട്ടണിൽ വരുന്ന അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. 48 ലെങ്ത് വരിക. 3XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ദുപ്പട്ട. ഓക്കെ, അപ്പോൾ എല്ലാതും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. എന്തായാലും നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്കും ബൈ.